ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അറിവും ആരോഗ്യവും. ഇതിൽ ആരോഗ്യം എന്ന് പറയുന്നത് കേവലം രോഗമില്ലാത്തൊരവസ്ഥ മാത്രമല്ല, മറിച്ച് ശാരീരികവും മാനസികവുമായിട്ടുള്ള സ്വസ്ഥത കൂടിയാണ്. പണ്ടുള്ളവർ പറയാറുണ്ട്, മരുന്ന് കൊണ്ട് മാത്രം രോഗം ഭേദമാവില്ല, ഒപ്പം മന്ത്രവും കൂടി വേണം. അത് ഏത് മന്ത്രമാണ് എന്ന് പറഞ്ഞില്ല. നമസ്തേ രുദ്രധാര. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ മരുന്നും മന്ത്രവും പ്രാർത്ഥന കൊണ്ട് മാത്രം രോഗങ്ങൾ മാറൂ, അങ്ങനെയും കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് അല്ലേ? പത്രം അരച്ച് കലക്കി കുടിച്ചതൊക്കെ നമുക്കറിയാം. എന്തായാലും മരുന്ന് എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത വ്യാധികളുള്ള നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പോൾ രോഗം വരുന്നതിന് മുമ്പ് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ എന്താണ് ആ മന്ത്രം? അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. നമുക്കറിയാം, സനാതനധർമ്മത്തിൽ ത്രിമൂർത്തി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ആരാണ് ത്രിമൂർത്തി? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. മഹാവിഷ്ണു സ്ഥിതി പരിപാലനമാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. മഹാദേവൻ സംഹാരമൂർത്തിയാണെന്നും പഠിച്ചു. അപ്പോൾ നോക്കിയേ, ഒരാൾ സൃഷ്ടിക്കുന്നു, ഒരാൾ സംരക്ഷിക്കുന്നു, ഒരാൾ നശിപ്പിക്കുന്നു. ഇങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? അല്ല. മറിച്ച് സൃഷ്ടിയും സ്ഥിതിയും ആരുടെ കരങ്ങളിലാണ്? സൃഷ്ടിയും സ്ഥിതിയും എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ കൈകളിലാണ്. സൃഷ്ടി സ്ഥിതിലയ കാരണനാണ്. കാരണം മഹാവിഷ്ണുവിൽ നിന്നാണ് ബ്രഹ്മാവ് പോലും, സൃഷ്ടികർത്താവ് പോലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ആ സുപ്രീം പൊസിഷനിൽ ഇരിക്കുന്നത് മഹാവിഷ്ണു തന്നെയാണ്. അപ്പോൾ സംഹാരം എന്താണ്? സൃഷ്ടിയും പരിപാലനവും മഹാവിഷ്ണുവാണെങ്കിൽ സംഹാരം, അതായത് നശിപ്പിക്കുക എന്നല്ല, ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളൊരു ശിവഭക്തനാണെങ്കിൽ, നിങ്ങൾ മഹാരുദ്രൻ്റെ ഭക്തനാണെങ്കിൽ, അല്ലെങ്കിൽ മഹാദേവൻ്റെ ഭക്തനാണെങ്കിൽ, നിങ്ങൾക്കെതിരെ വരുന്ന പ്രഹരങ്ങളെ ഇല്ലായ്മ ചെയ്യുക, അതാണ് അവിടുത്തെ സംഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മഹാദേവനെ നിരന്തരമായിട്ട് 108 പ്രാവശ്യമോ 1008 പ്രാവശ്യമോ നമശിവായ ജപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരാൾക്ക് നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു ശത്രുവിനും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഒരു മഹാദേവന്റെ രക്ഷാകവചം ഉണ്ടായിരിക്കും എന്നത് സത്യസന്ധമായ കാര്യം തന്നെയാണ്. ഏതൊരു ആപത് ഘട്ടത്തിലും നിങ്ങളെ സംരക്ഷിക്കും. പക്ഷെ നിങ്ങളുടെ ലൈഫ് എപ്പോഴാണ് മുകളിലേക്ക് ഗ്രാഫ് ഉയരുന്നത്? അതായത് സൃഷ്ടിയും സ്ഥിതിയും നിങ്ങളെ നിലനിർത്തുക, നിങ്ങളെ ഉയർത്തുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞു. എവിടെ പറഞ്ഞു? ഭഗവത്ഗീതയിൽ പറഞ്ഞു. ഭഗവത്ഗീതയിൽ എവിടെയാണ് പറഞ്ഞത്? 6-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകത്തിലൂടെ പറഞ്ഞു, ഉദരേതാത്മനാത്മാനാംന ആത്മാൻ അവസാദേതാത്മയാത്മന ബന്ധുരാത്മേരി പുരാത്മന എന്ന് പറഞ്ഞു. നിന്നെ ഉയർത്തേണ്ടത് നീ തന്നെയാകുന്നു. നിന്റെ ശത്രു, നിന്റെ മിത്രം നീ തന്നെയാണ്. നിന്റെ ഉള്ളിലെ ചൈതന്യമാണ്. ഇത് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ പ്രോസ്പിരിറ്റി, വളർച്ച, ഉയർച്ച അതുണ്ടാകുമെന്നത് സുനിശ്ചിതമാണ്, അല്ലേ? അപ്പോൾ എന്താണ് ഈ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ഇതൊരു മിത്തായിട്ട് കണക്കാക്കുന്നവരുണ്ട്. ഇതൊരു മിത്താണ്. അങ്ങനെ കണക്കാക്കുന്നെങ്കിൽ യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ലീവ് ഹിയർ. അതേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവർ രണ്ടുപേരും പ്രപഞ്ചവും പ്രകൃതിയും തന്നെയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മഹാവിഷ്ണുവും മഹാദേവനും. അപ്പം നമ്മളെ നിലനിർത്തുക, നമ്മളെ ഉയർത്തുക, ആ ഉത്തരവാദിത്തം, ആ റെസ്പോൺസിബിലിറ്റി ഹാസ് ബീൻ വെസ്റ്റഡ് വിത്ത് ലോർഡ് മഹാവിഷ്ണു. അപ്പോൾ ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുക, അത് മഹാദേവന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഭജിക്കുന്ന, നമ്മൾ ധ്യാനിക്കുന്ന, ഭജിക്കുന്നതിനപ്പുറം ധ്യാനിക്കുന്ന മഹാദേവനെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഗുരുവായൂരപ്പനെ തിരിച്ച്, അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ ഡിഫറൻ്റ് ആയിട്ടാണ്, നാമങ്ങളാണ് ജപിക്കുന്നത്. ജപമാണ് അവിടെ, മറ്റേടത്ത് ധ്യാനമാണ്. അപ്പോൾ എന്താണ് ഈ രോഗം മാറുന്നതിന് വേണ്ടിയുള്ള മന്ത്രം? 4 വരിയേ ഉള്ളൂ. ആ മന്ത്രം പറയാം. പക്ഷെ ആ മന്ത്രം പറയുന്നതിന് മുമ്പ് എന്താണ് ആ മന്ത്രം പറയാനുള്ള കാരണം എന്ന് കൂടി ഞാൻ പറയാം.
മേൽപ്പത്തൂർ എന്ന് പറയുന്ന ഇല്ലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, നാരായണ നമ്പൂതിരി. അദ്ദേഹം 20 വയസ്സ് വരെ വളരെ ശക്തമായ ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ശക്തനായ ഒരു അറിവിൻ്റെ അക്ഷയപാത്രമൊന്നും ആയിരുന്നില്ല. എന്നാൽ 20ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങി, അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടെ വീട് വിട്ടിറങ്ങി. പിന്നീട് വ്യാകരണം അഭ്യസിച്ചു, ഗ്രാമർ. നമ്മളൊക്കെ ഇവിടെ 3.5 വയസ്സിൽ പോയി പഠിക്കുന്ന സാധനമാണ്. വ്യാകരണം അഭ്യസിച്ചു, നിരവധി ഗുരുക്കന്മാരുടെ കീഴിൽ പഠനം നടത്തി. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഗുരുവാണ് അച്യുത പിഷാരടി. എന്നാൽ ചില ഗ്രന്ഥങ്ങളിൽ അത് കേശവ പിഷാരടി എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ 1560 അദ്ദേഹത്തിൻ്റെ ജനനം. അങ്ങനെ ഇദ്ദേഹം ഒരു നല്ല വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ അറിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാഠവം അത് മനസ്സിലാക്കിയ ആ ഗുരു, അത് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ കഴിവുകളും ബുദ്ധിശക്തിയും യോഗശക്തിയും മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. കാലാന്തരത്തിൽ കാലക്രമേണ ഗുരുവിന് വാതരോഗം പിടിപെട്ടു. വാതരോഗം പിടിപെട്ടപ്പോൾ തൻ്റെ യോഗശക്തിയാൽ അതിനെ ആവാഹിച്ച് തന്നിലേക്കെടുത്ത വ്യക്തിയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. അങ്ങനെ അദ്ദേഹത്തിന് ഒരു വശം തളരുന്ന രീതിയിലേക്ക് മാറി. ആ വാതരോഗം ബാധിച്ച് തളരുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തിന് പൂന്താനത്തിൻ്റെ ഉപദേശം ലഭിച്ചു. എവിടേക്ക് പോകാൻ? വേറെ എവിടെയല്ല, മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിലേക്ക്, ഗുരുവായൂരിലേക്ക്, ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്ക്. അങ്ങനെ അദ്ദേഹം ചന്ദനകാവിൽ നിന്നും അവിടേക്ക് പോയി. അവിടെ ചെന്നു. കയറി ചെല്ലുമ്പോൾ ഇടത് സൈഡിൽ കിഴക്ക് ഭാഗത്തെ ഏറ്റവും അവസാനത്തെ തൂണിൻ്റെ അടുത്ത്, വടക്ക് കിഴക്ക് ഭാഗത്ത് അവിടെ ഇരുന്ന് നാരായണീയം എഴുതാൻ തുടങ്ങി. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം മറ്റൊരാളെ കണ്ടു. മറ്റൊരാളെ കൂടി കാണണമായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം ഒരു ബാല്യക്കാരൻ കൂടി ഉണ്ടായിരുന്നു, രാമൻ എന്നായിരുന്നു പേര്. പൂന്താനത്തിൻ്റെ ഉപദേശപ്രകാരം പോയി, നിർദ്ദേശപ്രകാരം പോയി. ശേഷം അവിടെ ചെന്ന് കാണുന്നത് മറ്റാരെയുമല്ല, മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ്. അദ്ദേഹം അവിടെ ഭജനയിരിക്കുകയാണ്. അങ്ങനെ ബാല്യക്കാരനെ പറഞ്ഞു വിടും. ബാല്യക്കാരൻ പോയി എഴുത്തച്ഛനോട് ചോദിക്കും, ഇതുപോലെ വാതരോഗമാണ്, എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് എഴുത്തച്ഛൻ പറയുന്നത്, ആ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വളരെ വളരെ പ്രസിദ്ധമാണ്. മീൻ തൊട്ടു കൂട്ടുക. ഒരു നമ്പൂതിരിയോട്, ഒരു ബ്രാഹ്മണനോടാണ് പറയുന്നത് മീൻ തൊട്ടു കൂട്ടുക. എങ്ങനെ ബാല്യക്കാരൻ പോയി പറയും? പക്ഷേ രണ്ടും കൽപ്പിച്ച് അദ്ദേഹം പറഞ്ഞു. പക്ഷേ പറഞ്ഞതിൻ്റെ അർത്ഥം ആർക്ക് മനസ്സിലായി? മേൽപ്പത്തൂറിന് മനസ്സിലായി. അതായത് ഭാഗവതത്തിൻ്റെ 18,000 ശ്ലോകങ്ങൾ അടങ്ങിയ ഭാഗവതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് നാരായണീയം എന്ന് പറയുന്നത്. 1034 ശ്ലോകങ്ങളാണ് നാരായണത്തിനകത്ത് ഉള്ളത്. മീൻ തൊട്ട് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യം കൂർമ്മ വരാഹേശ നരസിംഹോദ വാമന രാമോ രാമച്ച രാമച്ച കൃഷ്ണകൽ കീതിതേ ദശ നമുക്കറിയാം ദശാവതാരം. അതിനകത്ത് മത്സ്യാവതാരം മുതൽ എഴുതി തുടങ്ങാൻ പറഞ്ഞു. ഒരു ദിവസം ഒരു ദശകം വെച്ച് എഴുതുക. ഒരു ദശകം 10 ശ്ലോകങ്ങൾ വെച്ച് എഴുതാൻ പറഞ്ഞു. അങ്ങനെ 100 ദിവസം കൊണ്ട് 1034 ശ്ലോകങ്ങൾ എഴുതി 100ാമത്തെ ദിവസം ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. അതാണ് നാരായണീയം. ആ നാരായണീയത്തിലെ ഒരു ശ്ലോകം അവസാനിക്കുന്നത് അഗ്രേ പശ്യാമിയിൽ. ആരംഭം സാന്ദ്രാനം ദാപബോധാത്മഗമനുപമിതം. അറിയാം, എല്ലാവർക്കും അറിയാം. ഹന്തഭാഗ്യം ജനാന. അതിൽ 8ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ് നമ്മുടെ മരുന്ന്, നമ്മുടെ ഔഷധം, നമ്മുടെ മന്ത്രം. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപാം ത്വമിധമുധാവിധ പത്മയോനി അനന്തഭൂമാം മമ രോഗരാശീം നിരുന്തി പദാലയവാസ വിഷ്ണു. ഇതാണ് ആ മന്ത്രം, ആ ശ്ലോകം. അസ്മിൻ പരാത്മൻ നനുപത്മകൽപേം ത്വമിധമുധാവിധ പത്മയോനി അനന്തഭൂമാം മമ രോഗരാശീം നിരുന്തി വാതാലയവാസ വിഷ്ണു. അല്ലയോ പരമാത്മാവേ, ചോദിക്കുകയാണ്, അല്ലയോ പരമാത്മാവേ, ഗുരുവായൂർ വാഴുന്ന, വാതാലയം എന്നുദ്ദേശിക്കുന്നത് ഇവിടെ ഗുരുവായൂർ എന്നാണ്. ഗുരുവായൂർ വാഴുന്ന പരമാത്മാവേ, പത്മകൽപ്പത്തിൽ നിന്നും
ബ്രഹ്മാവിനെ സൃഷ്ടിച്ച പരമാത്മാവേ, എൻ്റെ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്ത് തരണമേ എന്നുള്ള അപേക്ഷയാണ്, പ്രാർത്ഥനയാണ് ഈ മന്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ശ്ലോകം എന്ന് പറയുന്നത്. ഭക്തന്മാര് വളരെ വിശ്വാസത്തോടു കൂടിയാണ് ഈ മന്ത്രം ജപിക്കുന്നത്. ഗുരുവായൂർ ചെന്ന് ജപിക്കുന്നവരുണ്ട്, വീട്ടിലിരുന്ന് ജപിക്കുന്നവരുണ്ട്. 100-ാം ദിവസം രോഗമില്ലാതെയാകും. അതെത്ര കഠിന രോഗമാണെങ്കിലും ഇല്ലാതെയാകുമെന്നാണ് വിശ്വാസം. ഏതൊരു ഗുരുവായൂരപ്പൻ ഭക്തനും അല്ലെങ്കിൽ ഭക്തയും അറിഞ്ഞിരിക്കേണ്ട, ചൊല്ലിടേണ്ട ഒരു മന്ത്രമാണ്. പേരും പ്രശസ്തിയും പണവും സൗഭാഗ്യവും സമ്പത്തും മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, സൃഷ്ടി സ്ഥിതിയും, അതായത് നിലനിർത്തുന്നതും. ഒരാൾക്ക് നിലനിൽക്കണമെങ്കിൽ ഈ ആരോഗ്യം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവണം. അതിനു പോലും അവിടെ മരുന്നുണ്ട്, ഔഷധമുണ്ട് എന്ന് പറയപ്പെടുന്നു. അതാണ് ഈ ശ്ലോകം 8-ാമത്തെ ദശകത്തിൽ. ചൊല്ലിപ്പഠിക്കുക. ഞാനിവിടെ കാണിക്കാം. അർത്ഥവും ഞാൻ പറഞ്ഞു. നിരന്തരം ചൊല്ലുക. നന്മയുണ്ടാകും, നല്ലതേ ഉണ്ടാവൂ. എല്ലാ പ്രേക്ഷകർക്കും എന്നും സന്തോഷമായിരിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും എന്നും നന്മയുണ്ടാകട്ടെ, സന്തോഷമായിരിക്കട്ടെ, അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ നാരായണായ, ഓം രുദ്രായ നമഃ.